ഏറ്റവും കായിക പ്രേമികളെ സംബന്ധിച്ച് അവരുടെ വലിയ വിശേഷം ഇന്ന് ഫിഫ ക്ലബ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം. അവിടെ ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് സമനില എന്നുള്ളതാണ്. ഈജിപ്ഷ്യൻ ക്ലബ് അൽ അഹ്ലിയോട് ഗോൾ രഹിത സമനില വഴങ്ങിയിരിക്കുന്നു. പെനാൽറ്റി തടഞ്ഞ മയാമി ഗോൾ കീപ്പർ ഓസ്കർ ആണ് കളിയിലെ താരം. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട്. രുചീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രുചീഷ് സ്പോർട്സ് ഡെസ്കിലെ നെടുന്തൂണാണെങ്കിലും മെസ്സിയുടെ ഏറ്റവും വലിയ ആരാധകൻ കൂടിയാണ് രുചീഷ്. പക്ഷേ മെസ്സിക്ക് നിരാശയോടെയാണ് തുടക്കം, അല്ലേ? ഗുഡ് മോർണിംഗ്. എന്തായാലും മെസ്സിക്ക് നിരാശയോടെയാണ് തുടക്കം. ക്ലബ് ലോകകപ്പ് നമുക്കറിയാം, മുമ്പൊക്കെ ലോകകപ്പ് നടക്കുന്നത് സാധാരണഗതിയിൽ ക്ലബ് ലോകകപ്പ് നടക്കുന്നത് ആരും അത്ര ശ്രദ്ധിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നില്ല. പക്ഷേ ഈ തവണ മുതൽ അത് 32 ക്ലബ്ബുകളാക്കി തിരിച്ച് സാധാരണഗതിയിൽ ഫിഫ ലോകകപ്പ് നടക്കുന്നത് പോലെ ഒരു ടൂർണമെൻറ്റ് നടക്കുകയാണ്. അത്ര വലിയ ആവേശത്തിൽ തന്നെയാണ് ഫുട്ബോൾ പ്രേമികൾ ഉള്ളത്. പ്രത്യേകിച്ച് അടുത്ത വർഷം ലോകകപ്പ് നടക്കുന്ന അമേരിക്കയിൽ തന്നെയാണ് ഇത്തവണ ലോകകപ്പ് നടക്കുന്നത്. എന്തായാലും മെസ്സിക്കൊരു നിരാശയോടെ തുടങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പാൽമറാസും അതോടൊപ്പം FC പോർട്ടോ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് കടക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു ജയം അവർക്ക് ഗുണം ചെയ്യുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. എന്തായാലും ഗോൾ ഉണ്ടായില്ല എങ്കിൽ കൂടി അത് സൂചിപ്പിക്കുന്ന പോലെ ആയിരുന്നില്ല മത്സരം. അത് വളരെ ആവേശകരമായ മത്സരമായിരുന്നു. ഒരു ഗോൾ ഇന്റർ മയാമി വഴങ്ങിയെങ്കിലും അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. മറ്റൊരു ഗോൾ മെസ്സിയുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് പക്ഷേ പോസ്റ്റിൽ തട്ടി അത് മടങ്ങുന്നത് കണ്ടു. മെസ്സിയും മികച്ച രീതിയിലൊക്കെ പല അവസരങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. വലിയ നിരാശ തന്നെ എന്തായാലും ഇന്റർ മയാമി ആരാധകർക്കുണ്ട്. ഇന്ന് മറ്റ് സൂപ്പർ മത്സരങ്ങളുമുണ്ട്. കാരണം UEFA ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച PSG ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം. അതോടൊപ്പം ബയേൺ മ്യൂണിക്കും ഇന്ന് മത്സരത്തിന് ഇറങ്ങും. എന്തായാലും ക്ലബ് ലോകകപ്പിന്റെ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ.